ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രഥമ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ കാണേണ്ട വിഷയം ഇതാണ്. വേറൊന്നുമല്ല. കാരണം നിങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള പ്രചാരണം നടത്തിയാലും, നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ഓഫറുകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചാലും വോട്ട് നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണിയെടുക്കുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യത അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ഭരണകൂടത്തിൻ്റെ സഹായമുണ്ട്. ഭരണ പാർട്ടിയാണ് അതിൻ്റെ ബെനിഫിഷ്യറി. തൃശ്ശൂരിൽ ഈ പ്രശ്നം പുറത്തു വന്നപ്പോൾ LDFും UDFും പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. പരാതി കൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുള്ളത് BJP ആണ്. എന്താ പരാതി കൊടുക്കാത്തത്? ബെനിഫിഷ്യറിക്ക് പരാതി ഉണ്ടാവില്ലല്ലോ, ഗുണഭോക്താവിന് എവിടെയും പരാതി ഉണ്ടാവില്ല. ഇവിടെ എന്താണ്? ഇവിടെ രാഹുൽ ഗാന്ധി പ്രശ്നം ഉന്നയിക്കുന്നു, അഖിലേഷ് യാദവ് പ്രശ്നം ഉന്നയിക്കുന്നു, മമത പ്രശ്നം ഉന്നയിക്കുന്നു, RJD പ്രശ്നം ഉന്നയിക്കുന്നു. പ്രശ്നം ഉന്നയിക്കാത്ത ഒരു പാർട്ടിയുള്ളത് BJP ആണ്. കാരണം ബെനിഫിഷ്യറിക്ക് എവിടെയും പരാതി ഉണ്ടാവില്ല. ഇതിൻ്റെ എല്ലാം ഗുണഭോക്താവ് നോക്കൂ, സമീപകാലത്ത് മൊത്തം BJP ആണ്. അപ്പം BJPക്ക് മാത്രം സഹായം കിട്ടുന്ന ഈ ഏർപ്പാട് എങ്ങനെ നിരന്തരം സംഭവിക്കുന്നതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം നമുക്ക് ഓർമ്മയുണ്ട്. BJP വക്താവാണോ അതോ കമ്മീഷനാണോ എന്ന് സംശയം തോന്നുന്നു. നമ്മൾ ഈ വാർത്താ സമ്മേളനം കേട്ടോ, തോറ്റതിന് നിരാശയാണെന്നൊക്കെ പ്രതിപക്ഷ നേതാവോട് പറയാണ്. അപ്പോൾ ഇത് നമുക്ക് എൻ്റെ പ്രശ്നം, നമ്മുടെ രാജ്യത്തെ പല സംഗതികളും പോലെ നമുക്കിത് യൂസ്ഡായി പോകുന്നുണ്ടോ നമ്മൾ പേടിക്കണം. BJP അല്ലേ, കുറച്ചൊക്കെ നമ്പറൊക്കെ അവരെ കാണും. ഇലക്ഷൻ്റെ വിശ്വാസ്യതയൊക്കെ കണക്കാണ്. ഒരു പോകെ മനുഷ്യർക്ക് ഈ സംഗതിയിൽ വിശ്വാസം ഇല്ലാതാവും. നമ്മൾ പോയി വോട്ട് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, അത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നും. നമ്മൾ പോയി വോട്ട് ചെയ്താലും കൗണ്ട് ചെയ്യപ്പെടുന്നത് ഈ വോട്ടൊന്നും ആയിരിക്കില്ല എന്ന് ജനത്തിന് അവിശ്വാസം തോന്നിടത്ത് തുടങ്ങും പ്രശ്നം. നമ്മളെപ്പോഴും ഇവിടെ പറയാറുള്ളത് പോലെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ അതിൻ്റെ കരുത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. എന്തൊക്കെ പറഞ്ഞാലും വോട്ട് ചെയ്യുന്നത് അവിടെ നോട്ട് ചെയ്യപ്പെടുമെന്നും ആ നോട്ട് ചെയ്യപ്പെടുന്ന വോട്ട് കൗണ്ട് ചെയ്യപ്പെടുന്നുള്ള നമ്മുടെ വിശ്വാസം. അതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മറ്റു പല രാജ്യങ്ങളിലും പോലെ അപകടകരമായ അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഇത് അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തയ്യാറാവണം, കമ്മീഷൻ തയ്യാറാവണം. അതല്ലാത്ത പക്ഷം ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രഥമ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ കാണേണ്ട വിഷയം ഇതാണ്. വേറൊന്നുമല്ല. കാരണം നിങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള പ്രചാരണം നടത്തിയാലും, നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ഓഫറുകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചാലും വോട്ട് നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണിയെടുക്കുന്നത്? കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പണി നിങ്ങൾക്ക് അധികാരത്തിൽ വരാനാണ്, നിങ്ങൾക്ക് ജയിക്കാനാണ്, MLAയും MPയും ആകാനാണെങ്കിൽ ആദ്യം നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ട പ്രശ്നം ഇതാണ്. അതായത് കമ്മീഷൻ നേരിട്ട് ഇറങ്ങി വന്നിട്ട് അയ്യോ അവിടെ കുറേ മുസ്ലിങ്ങളെ വെട്ടി, അത് ശരിയല്ലോ എന്ന് പറഞ്ഞ് കമ്മീഷൻ വരാൻ പോകുന്നില്ല. കമ്മീഷനെ തീരുമാനിക്കുന്നത് മോദിയാണ്. സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ അപ്പുറത്തൂടെ മോദി ഒരു പുതിയ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ട് മോദിയുടെ മന്ത്രിയും കൂടിയാണ് കമ്മീഷനെ തീരുമാനിക്കുന്നത്. അതിൻ്റെ റാങ്ക് വരെ അവർ താഴ്ത്തി. സോ അതുകൊണ്ട് സമരങ്ങളാണ് ലോകത്തെ സൃഷ്ടിച്ചത്, സമരങ്ങളാണ് ചേഞ്ചസ് ഉണ്ടാക്കിയത്. സമരം എന്ന് പറയുന്ന സംഗതിക്ക് ഒരു തുടർച്ച ഉണ്ടാക്കണം. രാഹുൽ ഗാന്ധിയോടും പറയാനുള്ളത്, നിങ്ങളുടെ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് അടുത്ത വാർത്താ സമ്മേളനം എന്നതിനിടയിൽ എടുക്കേണ്ട പണിയുണ്ട്. ആ പണി എടുക്കണം.